ഗുഡ് മോർണിംഗ് മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ദിനാശംസകൾ നേരുകയാണ്. നിങ്ങളുടെ ഓരോ പോർട്ട്ഫോളിയോയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഏതായാലും ഇന്നലെ ഡിസംബർ 31 കടക്കുമ്പോഴേക്കും വിപണി എക്സ്പെക്റ്റ് ചെയ്തൊരു റാലിയായിരുന്നു ഇൻട്രാഡേയിൽ കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് ഒരു 200 പോയിൻറ്റ്സിന് മുകളിലൊരു ഇൻട്രാഡേ റാലിയിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഹൈ ലെവൽസിൽ വീണ്ടും ഒരു സെൽ ഓഫ് തന്നെയായിരുന്നു നിഫ്റ്റി 50 നേരിട്ടിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 190 പോയിൻറ്റ്സിൻ്റെ നേട്ടത്തിൽ 26,129.6 എന്നൊരു നിലയിൽ ഏകദേശം 0.7% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു നിഫ്റ്റി 50 ഇന്നലെ ഒരു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ ഇൻട്രാഡേയിൽ സെൻസെക്സിൽ ഏകദേശം 700 പോയിൻറ്റ്സിനടുത്തൊരു റാലിയായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ട് 545 പോയിൻറ്റ്സിൻ്റെ മുന്നേറ്റത്തിൽ 85,220.6 എന്ന നിലയിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സെക്ടേഴ്സ് വൈസ് പരിശോധിക്കുമ്പോഴേക്കും IT സൂചിക ഒഴികെ മറ്റെല്ലാ സെക്ടേഴ്സിലും ഇന്നലെ ഒരു പോസിറ്റീവ് ടോണായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ഒരു പക്ഷേ ഒരു സാന്ത റാലി എന്ന് വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. IT സൂചികയെ സംബന്ധിച്ചിട്ട് FOMC മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ മുന്നോട്ടേക്ക് 2026 തുടക്കത്തിൽ ഫെഡ് കൃത്യമായിട്ട് ഒരു ഡോവിസ് സ്റ്റാൻസ് സ്വീകരിക്കില്ല, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മോഡിലേക്ക് നീങ്ങിയേക്കും എന്നൊരു ഇൻഡിക്കേഷൻ FOMC യോഗ മിനിറ്റ്സിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെയാണ് IT ഓഹരികളിൽ നേരിയ തോതിലൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ടായിരുന്നത്. FOMC യോഗ മിനിറ്റ്സിൽ ഏകദേശം, അതായത് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നത് വിലയിരുത്തിയതിനു ശേഷവും ഒപ്പം പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന മറ്റ് ഡേറ്റുകളും ഒക്കെ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഒരു പക്ഷേ ഇനി മുന്നോട്ടേക്ക് വരുമ്പോൾ ഫെഡിൻ്റെ ഒരു റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക എന്നൊരു സൂചന മിനിറ്റ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് IT സൂചിക്ക് ഇന്നലെ തിരിച്ചടിയായിട്ടുണ്ടായത്. ഇന്നലത്തെ ആ ഒരു റാലിനെ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസ് സൂചികളായിരുന്നു. ബാങ്കിങ്ങിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും 400 പോയിൻറ്റ്സിൻ്റെ ഒരു റാലിയായിരുന്നു ബാങ്കിങ്ങിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 59,581.85 എന്ന നിലയിലാണ് നിഫ്റ്റിയുടെ ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസിലേക്ക് വരികയാണെങ്കിലും സമാനമായ തരത്തിലൊരു മൂവ്മെൻ്റ് ആണ് നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസിലും കാണുന്നത്. 230 പോയിൻറ്റ്സിൻ്റെ ഒരു മുന്നേറ്റത്തിൽ 27,613.3 എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മെറ്റൽ സൂചികയും അതിൻ്റെ ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയാണ് എടുത്തു പറയേണ്ടത്. 2.5% ഒരു നേട്ടം നൽകിക്കൊണ്ട് ഒരു ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ട് ഇന്നലത്തെ ആ ഒരു റാലിയിൽ മാറാൻ നിഫ്റ്റിയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം ബ്രോഡർ മാർക്കറ്റിലും ദിവസങ്ങൾക്ക് ശേഷം വളരെ ശക്തമായിട്ടുള്ള ഒരു മൊമെൻറ്റം കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ആഗോള വിപണികളിലേക്ക് കിടക്കുമ്പോഴേക്കും ഇന്നലെ പല വിപണികളും ഏർലി അവേഴ്സിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഭൂരിഭാഗം ആഗോള വിപണികളും ന്യൂ ഇയറിനെ തുടർന്ന് അവധിയിലാണ്. എന്നിരുന്നാൽ പോലും ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും അമേരിക്കൻ നിക്ഷേപകരെ നിരാശപ്പെടുന്ന തരത്തിലൊരു പ്രകടനമായിരുന്നു അമേരിക്കൻ വിപണികൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട സൂചികളൊക്കെ തന്നെ ഒരു ഇടിവിലേക്കാണ് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ടുള്ള 4 ട്രേഡിംഗ് സെഷൻസിലും ഇടിവ് തന്നെയാണ് അമേരിക്കൻ വിപണികൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഒപ്പം തന്നെ മറ്റ് 2023 സംബന്ധിച്ചുള്ള കൂടുതൽ എക്സ്പെക്ടേഷൻസും ഒക്കെ പങ്കുവെക്കാനായിട്ട് എത്തുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. Morning Andla, morning viewers, happy new year everyone. Happy new year to you sir. സർ, ഏതായാലും നമുക്ക് ഇന്നലെ വിപണിയെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചും US വിപണിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയും ഒരു പക്ഷേ വീണ്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിലായിട്ടും ഡൗ ജോൺസ്, നാസ്ഡാക്ക് എന്നൊപ്പം S&P 500 സൂചികകളിലൊക്കെ പൊതുവെ സബ്ഡ്യൂഡ് ആയിട്ടൊരു പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അമേരിക്കൻ വിപണിയിലുണ്ടായ ഈ ഒരു സബ്ഡ്യൂഡ് പെർഫോമൻസിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? Andla, at the moment നമ്മൾ നോക്കുമ്പോഴേക്കും both Nasdaq 100 and Dow Jones Index ന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് എങ്കിലും തുടർച്ചയായി 4 സെഷൻസിൽ നമുക്ക് നഷ്ടം കാണാൻ സാധിച്ചതിനെ തുടർന്ന് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. 47,800 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഒരു നെഗറ്റീവ് ബെയറിഷ് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 25,200 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ആഴ്ച ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും.
സർ, അതിനോടൊപ്പം തന്നെ നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരേണ്ടതുണ്ട്. കമ്മോഡിറ്റി മാർക്കറ്റിൽ പ്രധാനമായിട്ടും ക്രൂഡിൽ ഇന്നലെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയായിരുന്നു ക്രൂഡിലും ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രെൻഡ് ഏകദേശം 0.7% ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസിംഗ് നടത്തിയപ്പോഴേക്കും WTI ക്രൂഡ് ഏകദേശം 1% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്താണ്? 2026-ലും, അതായത് ഈ പുതുവർഷത്തിലും 2026-ലും ഈ ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന ഒരു എക്സ്പെക്റ്റേഷനാണോ ഉള്ളത്? അൺഫോർച്ചുനേറ്റ്ലി യെസ്, അറ്റ് ദിസ് പോയിന്റ് നമുക്ക് അണ്ടർടോൺ വളരെ ബെയറിഷായി തന്നെ തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. WTI ക്രൂഡിന്റെ കേസിൽ $56.50 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ഹൈ പോസിബിലിറ്റിയെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള അടുത്ത മേജർ സപ്പോർട്ട് $54.50. ആ ഒരു സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു സെൽ ഓഫ് ക്രൂഡിന്റെ കേസിൽ പ്രതീക്ഷിക്കാം. സർ, അപ്പം ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ടും ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ സീരീസ് തന്നെയാണ് കാണുന്നത്. ഏകദേശം 0.5% ഇടിവിൽ $4,317 എന്ന നിലയിലാണ് ഇന്നലെ ഒരു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഡിസംബർ 29-നുണ്ടായ ഒരു മാസീവ് സെല്ലിങ്ങിന് ശേഷം 2 സെഷൻസിലും അതിൻ്റെ ഒരു ലോ ലെവൽസിലാണ് പ്രധാനമായിട്ടും ഗോൾഡിൽ ഒരു ട്രേഡിംഗ് നടന്നിരിക്കുന്നത്. സോ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓവർബോട്ട് സോണിലേക്ക് എത്തിയ ഒരു കമ്മോഡിറ്റി കൂടിയാണ് ഗോൾഡ്. സോ ഗോൾഡിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് വളരെ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് $4,290 ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ സപ്പോർട്ട് 4,200 കാണുന്നത്. 4,200 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയർഷായി മാറും. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. സർ, അപ്പം തന്നെ വെള്ളിയിലേക്ക് കൂടി വരികയാണ്. സിൽവറിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഗോൾഡിനേക്കാൾ കൂടുതൽ ഏകദേശം ഒരു 150% മുകളിൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു കമ്മോഡിറ്റി കൂടിയായിരുന്നു സിൽവർ. സിൽവറിനെ സംബന്ധിച്ച് ഇന്നലെ 6% ഒരു കഴിഞ്ഞ ഒരു 2-3 സെഷൻസിലായിട്ട് ഒരു നേരിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. സോ സിൽവറിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് എന്താണ്? ഭൂരിഭാഗം അനലിസ്റ്റുകളും ഈ ഒരു റാലി നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടാൽ പോലും ഈ റാലി വീണ്ടും ഈ ഒരു വർഷം കണ്ടിന്യൂ ചെയ്യുന്നൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? വെള്ളിയുടെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും അറ്റ് ദ മൊമെന്റ് ബുള്ളിഷായി എത്തിയിട്ടുള്ളത്. ബട്ട് വെള്ളിയുടെ കേസിലും വളരെ ഓവർ സ്ട്രെച്ച്ഡ് വാല്യുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. വെള്ളിയുടെ കേസിൽ കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ പുതിയതായിട്ട് എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 69 സപ്പോർട്ട് ശ്രദ്ധിക്കണം. 69 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ആ ലെവലിൽ നിന്നും $10 മുതൽ $12 കറക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ വിപണി പ്രതീക്ഷിച്ചിരുന്നൊരു സാന്താ റാലിയായിരുന്നു ന്യൂ ഇയർ ഈവിൽ നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും 26,129.6 എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇൻട്രാഡേയിൽ 26,187.95 എന്നൊരു നില വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 200 പോയിന്റ്സിന് മുകളിലൊരു റാലിയായിരുന്നു കണ്ടിരുന്നത്. നിഫ്റ്റി 50-ലുള്ള ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു റാലിയിലേക്കാണോ നിഫ്റ്റിയുടെ യാത്ര? സോ നിഫ്റ്റി 50-യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. സോ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ചകളായിട്ട് നമ്മൾ നീണ്ടുന്ന ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ കൺസോൾട്ടേഷന്റെ അവസാനത്തെ ഫേസിലോട്ട് നമ്മൾ വന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അത് നമുക്ക് ആ ഒരു കറക്ഷൻ പൂർത്തിയായി സ്ഥിരീകരിക്കണമെങ്കിൽ ഈ ഇന്നത്തെ ട്രേഡിൽ 26,250 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി 50-യുടെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. സർ, അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് നിഫ്റ്റിനേക്കാളും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് കഴിയുന്നുണ്ടായിരുന്നു. വളരെ ശക്തമായിട്ടൊരു വോളിയത്തിൽ ഒരു മൊമെൻറ്റം ട്രേഡും ഈ ഒരു ഇൻഡെക്സിൽ നടക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 59,581.65 എന്നൊരു നിലയിലാണ്. സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മൈനർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നു 59,800 പോയിന്റ്. ഇന്നത്തെ ട്രേഡിൽ ആ റെസിസ്റ്റൻസിൽ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ഈ ഒരു ഇൻഡെക്സിന്റെ കേസിലും പ്രതീക്ഷിക്കാം.
ഇന്നലെ മറ്റെല്ലാ സെക്ടേഴ്സിലും ഒരു പോസിറ്റീവ് ടോൺ എത്തിയപ്പോഴേക്കും IT സൂചിക ഇന്നലെ വീണ്ടും ഒരു ഇടിവിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഡിസംബർ 23 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പൊസിഷനാണ് IT ഇൻഡെക്സ് നേരിട്ടിരിക്കുന്നത്. ഇന്നലെയും ഏകദേശം 100 പോയിന്റ്സിന് അധികം ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. IT ഇൻഡെക്സിലുണ്ടായ ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു ഇടിവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാല്യൂ ഇൻവെസ്റ്റിങ്ങിനുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ നിഫ്റ്റിയുടെ IT ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. ആ ഒരു മുന്നേറ്റത്തിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിരുന്നു. ഈ ഒരു കറന്റ് കറക്ഷൻ അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 37,600 പോയിന്റ്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എസ്പെഷ്യലി ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്സിലൊക്കെ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സോ തീർച്ചയായിട്ടും നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യേണ്ട ഒരു ഇൻഡെക്സ് നിഫ്റ്റിയുടെ IT സെക്ടർ. സിറപ്പം തന്നെ IT ഇൻഡെക്സിൽ TCSലെ കൂടി വരികയാണ്. TCSനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞൊരു 3 വർഷത്തിലെ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടർ അല്ലെങ്കിൽ ഇയർ ആയിരുന്നു TCSനെ സംബന്ധിച്ച് 2025 എന്ന് പറയുന്നത്. 22% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചത്. TCSലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? So TCSന്റെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിരിക്കുന്നു. TCSന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് 4140 മുതൽ 4160 ഈ റേഞ്ചിലാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ വരും സെഷൻസിൽ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഇമ്മീഡിയറ്റ് ആദ്യത്തെ റെസിസ്റ്റൻസ് 2250, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 3300. സർ, IT സൂചികയിൽ 2026 താങ്കളുടെ ഫോക്കസിലേക്ക് എത്തുന്ന ഏതെങ്കിലും ഓഹരികളുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സെക്ടറിൽ കാര്യമായിട്ട് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് TCS. ആൻഡ് ഇൻഫോസിസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 1580. വിപ്രോയുടെ കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 260 രൂപയും 258 രൂപയും. ഈ രണ്ട് സപ്പോർട്ട്സ് ഈ രണ്ട് സ്റ്റോക്സിൽ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലോ റിസ്ക് ബൈങ് അവസരങ്ങൾ ഈ സ്റ്റോക്സിൽ പ്രതീക്ഷിക്കാം. സർ, അപ്പം നിഫ്റ്റിയുടെ ഓട്ടോ സൂചികയിൽ കൂടി വരികയാണ്. ഓട്ടോയെ സംബന്ധിച്ചിട്ട് വലിയ തോതിലൊരു മുന്നേറ്റമായിരുന്നു 2025 കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇന്നലെയും ഒരു സർവ്വകാല ഉയരത്തിനടുത്തേക്ക് കുതിക്കാനായിട്ട് ഈ ഒരു ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നതും 2025 മാത്രം 23% നേട്ടം നൽകിയ ഒരു ഇൻഡെക്സ് കൂടിയാണ് ഓട്ടോ. സോ ഓട്ടോ സൂചികയിലുള്ള ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്നൊരു എക്സ്പെക്ടേഷനാണോ താങ്കൾക്കുള്ളത്? തീർച്ചയായിട്ടും. സോ നമ്മുടെ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്നലത്തെ ക്ലോസ് നോക്കുമ്പോഴേക്കും നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ആണ് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സെക്ടറിന്റെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി എക്സ്ട്രീംലി ബുള്ളിഷ്. നമ്മൾ ഈ സെക്ടറിലുള്ള പല സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 5-6 ആഴ്ചയുടെ നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. അത്തരം സ്റ്റോക്സിൽ തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. സർ, അടുത്തായിട്ട് ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്സ്യൽ വെഹിക്കിൾ അഥവാ ടാറ്റ മോട്ടോഴ്സ് ഓഹരികളിലേക്കാണ് വരുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1% മുകളിൽ ഏകദേശം 1.5% നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരി സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം പൊതുവെ മികച്ച ഒരു റിട്ടേൺ നൽകിയിട്ടുള്ള ഓഹരി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റ് ഓഹരികൾ എന്ന് പറയുന്നത്. വളരെ ശക്തമായിട്ട് റിട്ടേൺ നൽകിയിട്ടുമുണ്ട്. സോ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഓഹരിയുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് എങ്കിലും കറന്റ് ലെവൽസിൽ നമുക്ക് വളരെ ലോ റിസ്കില് പുതിയ ബൈങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 420, മേജർ സപ്പോർട്ട് 400 രൂപയും. ഇന്നലെ ഇതേ ഫോർത്തിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 2026 കടക്കുമ്പോഴേക്കും IPOയുമായി വന്ന പല ഓഹരികളിലും ഒരു കറക്ഷന് ശേഷം ഒരു ലോ റിസ്ക് ആയിട്ടുള്ളൊരു നിക്ഷേപാവസരം ലഭിച്ചേക്കാമെന്ന്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഗ്രോയുടെ ഓഹരികളിലേക്കാണ് വരുന്നത്. ഗ്രോയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം ഒരു 2%-ത്തിനടുത്തൊരു ഇടിവ് നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയായിരുന്നു ഗ്രോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. സോ ഗ്രോയുടെ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗ്രോയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്.
കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 140 സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് വരും സെഷൻസിൽ പുതിയ ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും. കറന്റ് ലെവൽസിലെ ലോ റിസ്കിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇന്നലത്തെ ഒരു ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടർ എന്ന് പറയാൻ സാധിക്കുന്നത് നിഫ്റ്റിയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയായിരുന്നു. ഏകദേശം 2.5% മുന്നേറ്റമായിരുന്നു ഈ ഒരു ഓഹരിയിൽ, ഈ ഒരു സെക്ടറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പൊതുവെ പരിശോധിക്കുകയാണെങ്കിലും 13% ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകാനായിട്ടും 2025 ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, അൺഫോർച്ചുനേറ്റ്ലി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിയുടെ ഡേറ്റ എനിക്കിപ്പോൾ ലഭ്യമല്ല. ബട്ട് ഈ ഒരു സെക്ടറിലെ ചില മേജർ സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ഇന്നലെ ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. നമുക്ക് തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ പുതിയ കോമ്പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ ഒരു സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1580 രൂപയിലാണ് കാണുന്നത്. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ഒപ്പം തന്നെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ഇന്ദ്രപ്രസ്ഥയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1.5% നേട്ടം നൽകിയിട്ടുള്ള ഓഹരി കൂടിയായിരുന്നു. കഴിഞ്ഞ കുറച്ച് സെഷൻസിലായിട്ട് കൂടുതലായിട്ടും ഒരു റേഞ്ച് ബൗണ്ട് അല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. IGLലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി IGLന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് അതിലൊരു ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ വളരെ മേജർ റെസിസ്റ്റൻസ് 207 മുതൽ 212 രൂപയ്ക്ക് ഇടയ്ക്ക് കാണുന്നു. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു സെക്ടർ ഓയിൽ ഗ്യാസ് സെക്ടറിൽ ഇന്നലെ റിലയൻസിനോടൊപ്പം തന്നെ ശക്തമായിട്ട് നമുക്ക് ക്ലോസ് കാണാൻ സാധിച്ചത് ഇറ്റ് വാസ് ഇൻ ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആൻഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഈ 3 സ്റ്റോക്സിലും നമുക്ക് ഷോർട്ട് ടേം ട്രേഡിംഗ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റിംഗിന് വേണ്ടി പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അപ്പം ഈ സെക്ടറിൽ നിന്നുള്ള ഗെയിലിലേക്ക് കൂടി വരികയാണ്. ഗെയിൽ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇന്നലെ ഏകദേശം ഒരു 1% നേട്ടം നൽകാനായിട്ടും ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ ഗെയിൽ ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗെയിലിന്റെ കേസിൽ ഇറ്റ് ഇസ് എ സിമിലർ പാറ്റേൺ ലൈക്ക് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 187 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തതായിട്ട് ഗോദ്രേജ് പ്രോപ്പർട്ടീസിലേക്ക് കൂടിയാണ് വരുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഓഹരിയിൽ കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് നടന്നിരിക്കുന്നത് ഏകദേശം 1% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു. പൊതുവേ ഒരു ലോ ലെവൽസിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നൊരു സ്ഥിതിയാണ് കാണുന്നത്. സോ ഗോദ്രേജ് പ്രോപ്പർട്ടീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1940 സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 2160 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തായിട്ട് അമരരാജ എനർജി എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? Amaraja is a small to mid cap stock. Unfortunately, നമുക്ക് ഓട്ടോ സെക്ടറിൽ ഇത്രയും വലിയൊരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1000 മുതൽ 1020 ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് ലെവൽ ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. അടുത്തായിട്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. ഒരുപക്ഷെ ഈ ഒരു കമോഡിറ്റിയിൽ ഏറ്റവും കൂടുതൽ നേട്ടം നൽകിയ ഓഹരികളിൽ ഒന്നുകൂടിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തുടർച്ചയായിട്ടുള്ള മുന്നേറ്റം നടത്തിയ ഒരു ഓഹരി കൂടിയാണ്. നിലവിൽ അതൊരു വളരെ അനിവാര്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമായിട്ടാണ് പല അനലിസ്റ്റുകളും കണക്കാക്കിയിരിക്കുന്നത്. സോ ഹിന്ദുസ്ഥാൻ കോപ്പറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസിൽ നവംബർ മാസത്തിന് ശേഷം നമുക്ക് വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നത് 310 ട്രേഡ് ചെയ്ത സ്റ്റോക്ക് 540 മുകളിൽ ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ നാച്ചുറലി വാല്യുവേഷൻസ് ഓവർ സ്ട്രെച്ച്, സ്റ്റോക്ക് ഇസ് എക്സ്ട്രീംലി ഓവർ ബോട്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 515 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല.
സർ, അടുത്തതായിട്ട് അനുപം രസായൻ എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. അനുപം രസായൻ എന്ന ഓഹരിയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? Anupam Rasayan is a small cap stock, but ഈ സ്റ്റോക്കിലെ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1270 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അടുത്തായിട്ട് ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യമായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഓഹരികളാണ് വരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവിലായിരുന്നു ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഡിസംബർ 22-ന് വളരെ മാസീവായിട്ട് ബൈയിങ് നടന്നതിന് ശേഷം ആ ഒരു ലെവലിൻ്റെ ഹൈ ലെവൽസിലാണ് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഈ ഒരു ഓഹരിയിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിലും അതുപോലെ തന്നെ മാസഗോൺ ഡോക്ക് ആൻഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിലും നമുക്ക് ഒരു പോസിറ്റീവ് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഈ 3 സ്റ്റോക്കിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു സെറ്റപ്പ് ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റിയാണ് കാണുന്നത്. നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പൊസിഷൻ എടുക്കാൻ സാധിക്കും. ബട്ട് നമ്മൾ ട്രെൻഡ് റിവേഴ്സലിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ 1720 അതിനുശേഷം 1820 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 1560 രൂപ. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2600 രൂപ. ആൻഡ് കറന്റ് ലെവൽസിലെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 2300. മാസഗോൺ ഡോക്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസസ് 2650, മേജർ സപ്പോർട്ട് 2400 രൂപയും. ഞാൻ ഇന്നലെ ഇതേ ഫോർത്തിൽ സൂചിപ്പിച്ചിരുന്നു ദാറ്റ് ഡിഫൻസ് സ്റ്റോക്സിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റോക്സിലും ഒക്കെ നമുക്ക് വളരെ ലോ റിസ്കിൽ ബുള്ളിഷ് സെറ്റപ്സ് ഫോം ആവുന്നുണ്ടെന്ന്. സോ ഗാർഡൻ റീച്ചിനോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന മറ്റൊരു ഡിഫൻസ് സ്റ്റോക്ക് ഇസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. 4280 സപ്പോർട്ടും 4525 4685 റെസിസ്റ്റൻസ് ലെവലായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഭാരത് ഡൈനാമിക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1410, മേജർ റെസിസ്റ്റൻസ് 1520, അതിനുശേഷം 1640. അടുത്തായിട്ട് സെയിൽ ഓഹരികളിലേക്കാണ് വരുന്നത്. സ്റ്റീൽ അതോറിറ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 4.5% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഹൈ ലെവൽസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സ്റ്റീൽ ഇറക്കുമതിക്ക് മേൽ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നു. അതിനെ തുടർന്ന് പൊതുവെ സ്റ്റീൽ റേറ്റഡുമായി ബന്ധപ്പെട്ട ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സെയിലിനെ സംബന്ധിച്ച് മാത്രം പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു ഡിസംബർ 19 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയിട്ടുള്ള ഓഹരി കൂടിയാണ്. വലിയ തോതിലുള്ള കറക്ഷൻ ഒന്നും ഈ കാലയളവിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. സോ സെയിൽ ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, പറഞ്ഞ വളരെ ശരിയാ. കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ വലിയൊരു മുന്നേറ്റമായി ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സോ അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ക്യാൻ കണ്ടിന്യൂ ടു ഹോൾഡ്. ബട്ട് ഷോർട്ട് ടേം ട്രേഡേഴ്സ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ ട്രേഡിംഗ് പൊസിഷൻ ഉണ്ടെങ്കിൽ 142 തൽക്കാലം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് ഫാർമ മേഖലയിൽ നിന്നുള്ള നാറ്റ്കോ ഫാർമയിലേക്കാണ് വരുന്നത്. നാറ്റ്കോ ഫാർമയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 0.5% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. വളരെ വോളറ്റൈലായിട്ടൊരു സെഷനാണ് ഡിസംബറിൽ പൊതുവേ ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ നാറ്റ്കോ ഫാർമയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നാറ്റ്കോ ഫാർമയുടെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 858 വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിരിക്കുന്നത്. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 960 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ബട്ട് ബെറ്റർ ദാൻ ദിസ് ഫോർ ഷോർട്ട് ടേം ട്രേഡിംഗ് എനിക്ക് തോന്നുന്നത് നമ്മൾ റെയിൽവേ സ്റ്റോക്സിൽ ശ്രദ്ധിച്ചിരിക്കണം. ഈ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ടിറ്റാഗറിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 920 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. IRFCയുടെ കേസിൽ നല്ലൊരു കറക്ഷനാണ് നടന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 129.
സർ ഒപ്പം തന്നെ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫൈസ് ലിമിറ്റഡ് എന്ന ഓഹരിയിലേക്ക് കൂടിയാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് പൊതുവേ ബിയറി സെൻറ്റിമെൻറ്റ്സിൽ തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു നവംബർ 10 വലിയൊരു ഗ്യാപ് ഡൗൺ ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് തുടർച്ചയായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്നലെ 0.5% അധികം ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. സോ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫൈസ് ലിമിറ്റഡിൻ്റെ ട്രെൻഡിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ടാലിൻ്റെ കേസിൽ കഴിഞ്ഞ 2-3 മാസത്തിനിടെ വലിയൊരു സെൽ ഓഫാണ് നടന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷിയായി മാറിയിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് കവറിങ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷോർട്ട് കവറിങ് നടക്കുന്ന സമയത്തായിരിക്കാം നമ്മൾ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 320, അതിനുശേഷം 340. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 440 കാണുന്നത്. സർ, ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ സർ. ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ നൽകുന്ന ഇൻഫർമേഷൻസ് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.